സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും നാം ശ്രമിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് സൂറത്ത് അന്നിസായിലെ ഒരു 82-ാമത്തെ വചനാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ആയത്താണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അത് ദൈവത്തിൽ നിന്ന് അല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി, അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇഖ്തിലാഫൻ, ഭിന്നതകൾ, കസീറൻ, ധാരാളം. ഇതാണ് ആ പദത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിലെ ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിന് ഒരു തെളിവ് അല്ലാഹു പറയുന്നത്, ഇതിൽ നിങ്ങൾ ദൈവത്തിൻ്റെതല്ലെങ്കിൽ ഇതിൽ ഇഖ്തിലാഫ് നിങ്ങൾ കണ്ടെത്തുന്ന ഭിന്നതകൾ ധാരാളം കണ്ടെത്താൻ കഴിയും. ഒന്ന്, വേറൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, ഞാൻ എന്നെ അനുസരിക്കുന്ന ആൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ സന്ദേശത്തിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന് സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറയുന്നു. അപ്പൊ ഖുർആനിൻ്റെതാണ് എന്നുള്ളതിന് ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് ഖുർആൻ എന്നുള്ളതിന് അതിൽ പറയുന്നത് ഒരു സംശയം നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയില്ലാണ്. ഇവിടെ പറയുന്നത് ഇഖ്തിലാഫ് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇഖ്തിലാഫ് ഉണ്ടാവില്ല, ഭിന്നതയുണ്ടാവില്ല എന്നാ ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ ദൈവീകമാണ് ഖുർആൻ എന്നുള്ളതിന് ഖുർആൻ പല സ്ഥലത്തും പല കാരണങ്ങൾ ഖുർആനിലൂടെ സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇന്നത്തെ പരിഭാഷകളിൽ നമ്മൾ വായിച്ച ഇന്നത്തെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിഭാഷ ഒന്ന് ആരെങ്കിലും എടുത്ത് വായിച്ചാൽ, ഒരു 10 ആയത്ത് വായിച്ചാൽ തന്നെ ഈ വാദഗതികൾ മുഴുവൻ തെറ്റാണെന്ന് ബോധ്യപ്പെടും. ഇഖ്തിലാഫ് മാത്രമല്ല, പ്രായോഗികവും കൂടിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ പരിഭാഷകൾ വായിച്ച്. ബുദ്ധിക്ക് യോജിക്കൂല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രായോഗികമല്ല, ബുദ്ധിക്ക് യോജിക്കുകയില്ല, സമൂഹത്തിൽ നടപ്പാക്കാൻ കൊള്ളൂല, ഒരു മനുഷ്യന് പോലും അതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ അപ്രായോഗികവും അയുക്തിപരവും ഭിന്നതകൾ നിറഞ്ഞതും മാനവരാശിയുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതുമായ വ്യാഖ്യാനങ്ങളാണ്, പരിഭാഷകളാണ് ഇന്ന് ലോകത്ത് എഴുതപ്പെട്ട ഭൂരിഭാഗം പരിഭാഷകളും. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗവും. അപ്പൊ ഈ അടുത്ത് നടന്നൊരു ചർച്ച ഉണ്ടായിരുന്നു, 9:36 വെച്ച ചർച്ച. 9-ാം അധ്യായം 36-ാം വചനത്തില് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 8 മാസം മനുഷ്യനെ പച്ചക്ക് വെട്ടാൻ അള്ളാഹു അനുവദിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ആ ദീൻ അള്ളാന്റെ ദീനാണോ പിശാചിന്റെ ദീനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ പച്ചക്ക് വെട്ടാൻ 8 മാസങ്ങൾ വെട്ടിക്കോളിയും എന്ന് പറയുന്ന ദൈവമാണെങ്കിൽ വ്യഭിചരിക്കാൻ ഒരു 4 മാസം നിശ്ചയിച്ചോളി എന്ന് പറഞ്ഞാൽ, അനാവശ്യം പറയാൻ ഒരു 4 മാസം, നുണ പറയും. കാരണം യുദ്ധത്തോളം ഭീകരമായിട്ട് ലോകത്ത് വേറൊന്നുമില്ല. കാരണം യുദ്ധം മാനവരാശിയെ നശിപ്പിക്കുന്നതാണ്, അവരുടെ സമ്പത്ത് നശിപ്പിക്കുന്നതാണ്, അവരുടെ സർവ്വ പുരോഗതിയെയും നശിപ്പിച്ചു കളയുന്നതാണ് യുദ്ധങ്ങൾ. ലോകത്തുണ്ടായ യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ 8 മാസം നിശ്ചയിച്ച പടച്ചതമ്പുരാൻ എന്താ 4 മാസം വ്യഭിചരിക്കാനും നിശ്ചയിച്ചുകൂടെ എന്ന് ചോദിച്ചു. നുണ പറയാൻ ഒരു 4 മാസം, തല്ലൂടാൻ ഒരു 4 മാസം. അങ്ങനെ അപ്പൊ അവർ പറഞ്ഞു തച്ചാത്തിനെ പ്രതിരോധിക്കണ്ടേന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു അതിനാദ്യം കലണ്ടർ നിശ്ചയിക്കാൻ നമുക്ക് പറ്റൂല എന്നാണ്. കാരണം ഒരാൾ കലണ്ടർ നിശ്ചയിച്ചിട്ട് ഞാൻ കലണ്ടർ നിശ്ചയിക്കാം 4 മാസം ഞാൻ തല്ലൂലാണ്, ആ സമയത്ത് നോക്കിയിട്ട് എന്റെ ശത്രു തല്ല. ഇപ്പൊ ഇന്ത്യ പറയാം 4 മാസം ഞങ്ങൾ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആ ടൈം നോക്കിയിട്ടാ യുദ്ധം ചെയ്യും. അടിക്കുമ്പോഴാ തിരിച്ചടിക്കുക. അതിന് നമ്മൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ട് ടൈം നോക്കിയിരുന്നിട്ട് കാര്യമല്ല, അതിന് സമയം നിശ്ചയിക്കാൻ പറ്റൂല. അത് ബുദ്ധിശൂന്യതയാണ്, അപ്രായോഗികതയാണ്. എന്താ ഈ സമൂഹം ചിന്തിക്കാത്തത്? പാകിസ്ഥാൻ എപ്പോഴാണോ ഇന്ത്യയെ അടിക്കാൻ തോന്നുന്നത് അപ്പോഴാ പ്രതിരോധിക്കുക, അപ്പോഴാ തിരിച്ചടിക്കുക. ഇന്ത്യ പറയാം ഞങ്ങളൊരു 6 മാസത്തിന്, കൊല്ലത്തിൽ 6 മാസം ഞങ്ങൾ യുദ്ധത്തിനില്ല, എല്ലാ വർഷവും 6 മാസം. പാകിസ്ഥാൻ ആ ടൈം നോക്കും, കാരണം തിരിച്ചടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ യുദ്ധം എന്ന് പറയുന്നതിന് മ്യൂച്വലായിട്ട് ചെയ്യുന്ന കാര്യമാണ്.
അത് ഞാൻ സ്വന്തമായി തീരുമാനിക്കേണ്ടതല്ല. പ്രതിരോധത്തിനാണെങ്കിൽ, അതല്ല സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അത് പടച്ചോന്റെ ദീനല്ല എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് പേര് 291 എഴുതി വെച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാം വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധത്തിന് പോകരുത്. ഹത്താ യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ. അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ അവിടെ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഞാൻ പറഞ്ഞു, മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെയൊക്കെ അർത്ഥം അട്ടിമറിച്ചതാണ് ഇവിടുത്തെയൊക്കെ പ്രശ്നം എന്നാ ഞാൻ പറയുന്നത്. ഇവിടുത്തെയൊക്കെ പ്രശ്നം ശരിയായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചതാ, ഖുർആനിന്റേതല്ല തകരാറ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിന് പോകരുത്. മസ്ജിദുൽ ഹറാമിൽ നിങ്ങളായിരിക്കുമ്പോൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, മസ്ജിദുൽ ഹറാം അല്ലാത്ത ലോകത്തിന്റെ വേറെ ഏത് ഭാഗത്താണെങ്കിലും സ്വൈരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തോട് ആയുധമെടുത്ത് അങ്ങോട്ട് യുദ്ധത്തിന് പോകാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുമോ? മസ്ജിദുൽ ഹറാമിന് പുറത്താണെങ്കിലും ഇങ്ങോട്ട് അടിച്ചാലേ അങ്ങോട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഇനി അനുവാദം ഉണ്ടെങ്കിൽ തന്നെ അതന്നെ ഒരു മൃഗത്തിന്റെ ചിന്താതലത്തിലേക്ക് അതന്നെ ഉയരുന്നുള്ളൂ എന്ന് എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളെന്താ പറയുക മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. കുത്തിയവനെ കുത്തുക, തച്ചവനെ തച്ചുക, അതൊക്കെ ഒരു മൃഗത്തിന്റെ ഒരു പ്രതികരണ ശേഷിയുടെ അവിടേക്ക്, അതൊന്നും ഒരു ദൈവിക ദർശനത്തിന്റെ അവിടേക്ക് അതൊന്നും ഉയരില്ല. അതൊന്നും ഉയരില്ല. ഇവിടെയൊക്കെ എന്താണെന്നാ മസ്ജിദുൽ ഹറാം നമ്മൾ കഴിഞ്ഞ ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, വിധിവിലക്കുകൾ, ഉന്നതമായ ദൈവത്തിന്റെ വിധിവിലക്കുകളുടെ കാര്യത്തിൽ നിങ്ങളോട് അവർ ഫൈറ്റിന് വരാത്തിടത്തോളം കാലം ആ കാര്യം പറഞ്ഞ ഒരു സമൂഹത്തോട് നിങ്ങൾ ഫൈറ്റിന് പോകരുത്. ഈ ആശയം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്നാ പറഞ്ഞത്. ഫൈറ്റ് എന്ന് പറയുന്നത് ആയുധ പോരാട്ടമല്ല. അതിന് കിത്താല് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അതാണ് മസ്ജിദുൽ ഹറാം. അല്ലാതെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കുന്നത് വരെ പുറത്താക്കുന്നവർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന് ആരാ മസ്ജിദുൽ ഹറാമിന്റെ അകത്തുള്ളത്? അകത്തുണ്ടെങ്കിലല്ലേ പുറത്താക്കുക. ലോകത്തുള്ള 100% മുസ്ലിങ്ങളും മസ്ജിദുൽ ഹറാമിന് പുറത്താ. ഖുർആൻ പറയുന്നുണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ഞാൻ ചോദിച്ചു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആരാ ഉള്ളിലുള്ളത്? ഞാൻ നിങ്ങളൊക്കെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാ? കൊല്ലത്തിൽ ഒരിക്കൽ തുറന്നിട്ട് രാജാക്കന്മാരിൽ 3-4 ആൾക്കാരെ സന്ദർശിച്ച്, അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ രാജ്യങ്ങളിലെ കുറച്ച് പ്രമാണിമാര് അതിന്റെ ഉള്ളൊന്ന് സന്ദർശിച്ച് കൂട്ടി പുറത്തേക്ക് പോരുന്നല്ലാതെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായ ആളുകൾ അവർ അക്രമികളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാരാണ് പുറത്താക്കാൻ? 100% മുസ്ലിങ്ങളില്ല. കൊല്ലത്തിൽ ഏതോ 1-2 ദിവസം കുറച്ച് രാജാക്കന്മാർ, സൗദിയിലെ രാജാക്കന്മാർ അതിന്റെ ഉള്ളിലൊന്ന് പോയി സന്ദർശിച്ചിട്ട് അതൊക്കെ പൂട്ട് തുറന്നൊന്ന് നോക്കി പോരുന്നല്ലാതെ അവര് പോലും അതിന്റെ ഉള്ളിലല്ല. അതാണ് യുക്തിരഹിതമായ ഖുർആനിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ട് ഇതിൽ ഇഖ്തിലാഫില്ലേ? ഇതെന്താ ഇത് പടച്ചവന്റേക്കെന്നാന്ന് ഇവര് പറയണു. ഇതൊന്നും ദൈവികമല്ല എന്ന് ഖുർആനെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോ ചെറിയ വിളിച്ചിങ്ങനെ നോക്കി നടക്കുക. ഇതാണ് ഖുർആൻ ദൈവികമായ, ഇതിന് യുക്തിരഹിതമായ വ്യാഖ്യാനങ്ങൾ എഴുതുക. ഇപ്പൊ ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോഴല്ലേ നമ്മളിവിടുന്ന് പുറത്താക്കണ്ടുള്ളൂ. നമ്മളിവിടെ വെള്ളിയാഴ്ച മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് അള്ളാഹു പറയുന്ന മസ്ജിദുൽ ഹറാം നോക്കൂ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ ജീവിക്കുന്ന ആളുകൾ അവരെ ആ ആശയത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെക്കാൾ കൂടുതൽ, കാരണം അത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഈ പുറത്താക്കാൻ ശ്രമിക്കുന്നവരുടെ തന്നെ നിലനിൽപ്പിന് ഈ മസ്ജിദുൽ ഹറാം ആവശ്യമാണ്. ആര്? ഈ അള്ളാഹുവിന്റെ ഉന്നതമായ വിധിവിലക്കുകളാണത്. മാനവരാശിയുടെ നിലനിൽപ്പിന് അവശ്യം വേണ്ട കാര്യങ്ങളാണത്. അതിൽ നിന്ന് മനുഷ്യരെ പുറത്താക്കാൻ ശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ തന്നെ നിലനിൽപ്പിന് ആപൽക്കരമായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, ഖുർആനിൽ ഇഖ്തിലാഫ് ഉണ്ടാവുമല്ലോ, ഇത് മാനവരാശിയുടെ ഗുണകരമായ പുരോഗതിക്ക് തടസ്സമുള്ളതാണല്ലോ എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാവുകൊണ്ടാണത്. 8 മാസം നിങ്ങൾ തച്ചോളിന്ന് പറയാം, 4 മാസം തല്ലണ്ടെന്ന് പറയണ പഠിച്ചോ. 8 മാസം പച്ചക്ക് മനുഷ്യനെ വെട്ടിക്കോളിന്ന് പറയാം. വെട്ടിയിട്ടതും പോരാ, കൈവിരലുകൾ ചില്ലിക്ക് വെട്ടും പോലെ വെട്ടും ചെയ്യാൻ. ഇങ്ങനെ കൈവിരൽ ഇങ്ങനെ വെട്ടിയിട്ട് ചില്ലിയാക്കിക്കോളും.
ആരോട്? ഇത് നിങ്ങളുടെ ദൈവിക ഗ്രന്ഥം, ഇതാത്തര പടച്ചവന്റെ ഗ്രന്ഥം. ചില്ലിക്ക് വെട്ടിയിട്ട് പെരടിയുടെ മുകളിൽ വെട്ടിയിട്ട് കൂടെ പിന്നെ കൈവരല് നടന്നു വെട്ടി. എന്തിനാന്ന് ചോദിച്ചു ഞാൻ. ചില്ലിയാക്കാനും പൊരിച്ചെടുക്കാം. ഇവിടെ ഇരുന്ന് തിന്നോളി. ഈ മുല്ലാ മതം കബദ്ധങ്ങളായിട്ട് ശവശരീരങ്ങളായി വീണ് കിടക്കുന്ന ശവശരീരങ്ങളുടെ വിരലുകൾ പിന്നെ എന്തിനാ വെട്ടണത്? നമ്മൾ കോഴിപ്പീടിയിൽ പോയാലല്ലേ വെട്ടിയിട്ട് ഇങ്ങനെ നോർപ്പിട്ട് ചില്ലിയാക്കി ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങോട്ട് പോയി പൊരിച്ചെന്നോളും ചില്ലിയാക്കി തിന്നോളാൻ പറഞ്ഞാൽ അതെങ്ങൊക്കെ തന്നെ നല്ലത്. വിശുദ്ധമായ ഒരു ഗ്രന്ഥത്തെ, ഉന്നതമായ ഒരു ഗ്രന്ഥത്തെ ആകെ തകർത്ത് തരിപ്പണാക്കി ഇതൊക്കെ റസൂലിന്റെ വ്യാഖ്യാനാണെന്ന് പറയും ചെയ്യും. ഇതൊക്കെ റസൂലിന്റെ വ്യാഖ്യാനാണെന്ന് പറയും ചെയ്യാം. ഈ വ്യാഖ്യാനം അംഗീകരിക്കാത്തവർ പുറത്താണെന്ന് പറയും ചെയ്യാം. ഈ വ്യാഖ്യാനം അംഗീകരിക്കാത്തവർക്ക് ഇസ്ലാമിന് പുറത്താണെന്ന് പറയും ചെയ്യാം. 5-3 വ്യാഖ്യാനിച്ചിട്ട് വേണം കുത്തിച്ചത്തതും വീണ് ചത്തതും പിന്നെന്താണ് കുടുങ്ങിച്ചത്തത്. ഇതെന്താ പെണ്ണുങ്ങൾ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോ പറയില്ലേ പിന്നെ പച്ചക്കറി പിന്നെ മെനു പറയും. ഡൈനിങ് ടേബിളെ കുറച്ച് മെനു പറയും. കുറച്ച് തക്കാളിയും കുറച്ച് കോഴിയും കുറച്ച് മീനും ഇതൊക്കെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ എന്ന പോലെ പടച്ചോനെ കുത്തിച്ചത്തത്. ഇതെന്താ മെനു പറയാനല്ല കിതാബോന്ന് വെച്ചു. ഡൈനിങ് ടേബിളെ മെനു പറയാനല്ല കിതാബ വിശുദ്ധ ഖുർആൻ. നശിച്ച ആശയങ്ങൾ മനുഷ്യന്റെ രക്തം ഊറ്റിക്കുടിക്കുക, ഒരു സമൂഹത്തിന്റെ ഉന്മൂല നാശം വരുത്തുക, അതാണ് മുത്തറദ്ദിയത്ത്. വൽ മുൻഹനിക്കത്ത് ഒരു സമൂഹത്തിന്റെ കൊള്ളക്ക് പിടിക്കുക, അതാണ് ചങ്കിപ്പിടിക്കുക. ഇങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരുപാട് കാരണങ്ങളാ പറയുന്നത്. അതൊക്കെ നിങ്ങളെ തൊട്ട് തടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഈ ആശയത്തെ ഡൈനിങ് ടേബിളിലെ മെനു പറയാനുള്ള കിതാബാക്കി. ഞാൻ പറഞ്ഞ അതിനേക്കാളും നല്ലത് ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യം എന്ന് പറയാൻ പറയട്ടെ. വളരെ സങ്കീർണമായ സ്ഥലം അതാണല്ലോ എന്നാ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ ചെയ്യേണ്ടതെന്ന് അല്ല പറയുകയാണെങ്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. കാരണം ഒരു ജീവൻ വെച്ച് പന്താടുന്ന ഒരു രംഗാണത് ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ എന്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ അള്ളാഹ എന്നാ കുറച്ചും കൂടി നന്നായിരുന്നു. ആ അള്ളാഹ ഡൈനിങ് ടേബിളിൽ മെനു പറയുന്ന പഠിച്ചവനേക്കാളും നല്ലത് ആ പഠിച്ചവനായിരുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ ആകെ തകർത്ത് ഇത് മനുഷ്യന്റെ പുരോഗതിക്കോ മനുഷ്യന്റെ ഉന്നമനത്തിനോ പറ്റാത്ത മുഴുവൻ ആശയങ്ങളുമാക്കി മാറ്റിയിട്ട് ഇതൊക്കെ റസൂലിന്റെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഒരായത്തന്നെ പൂർണ്ണമായിട്ട് അതിന്റെ പ്രായോഗികമായ വശം വിശദീകരിക്കാൻ കഴിയാതെ ഇതൊക്കെ ദൈവികമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇതിന് അത് വേണ്ടവരെടുക്കാം. നമുക്ക് ഏതായാലും വേണ്ട. ഞാൻ സാധാരണ പറയില്ലേ, എന്റെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ, ഞാൻ ദീനി ഞമ്മക്ക് വേണ്ട. അത് വേണ്ടാതെ ഒഴിവാക്കിയതാണ്. ഇത് മനുഷ്യ പുരോഗതിക്ക്, മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക്, മനുഷ്യന്റെ നിലനിൽപ്പിന്, അവന്റെ സാമൂഹിക ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഇത് തടസ്സം നിൽക്കാത്ത എന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടോ? ഇതിൽ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കും, വെക്കി നമുക്കൊന്ന് നോക്കുക. ഇത് അങ്ങനെ പറ്റുമെന്ന് നോക്കുക. അപ്പൊ ഈ മസ്ജിദ് എഴുതിയപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരോടെ വിളിച്ചു പറഞ്ഞു, ഒരായത്ത് പോലും അത് ശരിക്കത് ഇവരുടെ അർത്ഥം വെച്ചാൽ പ്രായോഗികാവൂല. ഒരായത്ത് പ്രായോഗികാവൂല. മസ്ജിദിന് പള്ളിന്ന് വെച്ചാൽ 4 ചുമരുകളുള്ള കെട്ടിടം എന്ന് മസ്ജിദിന് അർത്ഥം വെച്ചാൽ ഒരായത്ത് നേരെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. 7:31 ഒരു ഉദാഹരണം പറയാനാണ്. പൊതു സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം അണിയുക. ഇതിൽ എഴുതിക്ക, ഇന്ത കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാലയത്തിങ്കലും, ബ്രാക്കറ്റിൽ എല്ലാ ആരാധനാവേളകളിലും. ഇതൊന്ന് പ്രായോഗികമാക്കിക്കാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഒരു 8 പള്ളിയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ചിലര് ഒരു 50 പള്ളി കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നിങ്ങളുടെ അലങ്കാര വസ്ത്രങ്ങൾ ഒന്നണിഞ്ഞാണ്. ഇത് പ്രായോഗികം. എല്ലാ ആരാധനാലയത്തിങ്കലും, ബ്രാക്കറ്റിൽ എല്ലാ ആരാധനാവേളകളിലും. എല്ലാ ആരാധനാവേളകളും ചുരുങ്ങിയത് 5 ഉണ്ട്. നിർബന്ധ ആരാധനാവേളകൾ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക്. ഈ നിർബന്ധ ആരാധനാവേളകൾ ചുരുങ്ങിയത് 5 ഉണ്ട് എല്ലാ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക്. അപ്പോഴൊക്കെ അലങ്കാര വസ്ത്രം അണിയാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഖുദൂ സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം അണിയുക. ഇന്ത കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാ വേളകളൊന്ന് വെക്കുക.
ഒരു മുസ്ലിമിന് നിർബന്ധ ആരാധനാവേളകൾ ദിവസത്തിൽ 5 എണ്ണം. എല്ലാ ആരാധനാവേളകളിലും അവന്റെ അലങ്കാര വസ്ത്രം അണിയാൻ നിന്നാൽ, ഒരു കാറിലോ ബസ്സിലോ എന്തിലെങ്കിലും യാത്ര പോവുകയുമാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചുരുങ്ങിയത് ഒരു 10 പള്ളിയെങ്കിലും അവൻ കാണും. അല്ലെങ്കിൽ 5 നേരമെങ്കിലും അവൻ അലങ്കാര ഡ്രസ്സ് അണിയേണ്ടി വരും. തീർന്നില്ല. വക്കുലു വശറബു, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും ആരാധനാ വേള എന്ന അർത്ഥമെടുത്താൽ തിന്നുകയും കുടിക്കേണ്ടിയും ചെയ്യേണ്ടി വരും. ആരാധനാലയം എന്ന അർത്ഥമെടുത്താൽ എത്ര പ്രാവശ്യം തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറയാൻ പറ്റൂല. എത്രണ്ണം കാണുന്നുണ്ട് അപ്പോഴൊക്കെ തിന്നും കുടിക്കുകയും ചെയ്യേണ്ടി വരും. എന്നിട്ട് അള്ളാഹു പറ വലാത്തു സിരിപ്പു, തൊട്ട വാക്ക്, അതിര് കവിയരുത്, ദുർവ്യയം കാണിക്കരുത്. ഒരു 5 പ്രാവശ്യമെങ്കിലും ആരാധനാ വേളാന്ന് എടുത്താൻ വേണ്ടി വരും. എന്നിട്ട് ദൂർത്തടിക്കരുത്. 5 പ്രാവശ്യം തിന്നിട്ട് ഒരു ദിവസം 3 പ്രാവശ്യത്തിൽ കൂടുതൽ 3 പ്രാവശ്യം തന്നെ ചിലവർ പറയുന്ന ദുർവ്യയാണ്. എന്നിട്ട് അങ്ങനത്തെ സമയത്താണ് 5 പ്രാവശ്യം ആരാധനാ വേള, നിർബന്ധ ആരാധനാ വേള 5. ആ വേളകളിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന കൽപ്പന അത് പാലിക്കും ചെയ്യാം. എന്നിട്ട് പറയാൻ ദുർവ്യയം ചെയ്യരുത്. 5 പ്രാവശ്യം ഭക്ഷണപാനീയങ്ങൾ കൂടെ കൊണ്ടുപോയി അലങ്കാര ഡ്രസ്സ് അണിയാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ആരോടോ പറഞ്ഞു അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നേരെ മറിച്ച് മാന്യമായ ഡ്രസ്സ് അണിയാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, വൃത്തിയുള്ള വസ്ത്രം അണിയാന്ന് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ അലങ്കാര വസ്ത്രം അണിയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അത് അഹങ്കാര. അപ്പൊ ഞാൻ പറയുന്നത് ഒരായത്ത് പോലും ഇത് എങ്ങനെ പ്രായോഗികമാവും എന്ന് ചിന്തിക്കാതെ എങ്ങനെ ഈ പരിഭാഷ എഴുതിയ ആളുകൾ എന്താണ് ഇത് എഴുതുമ്പോൾ ചിന്തിച്ചിരുന്നത്? ഞാൻ ഈ എഴുതുന്നത് മനുഷ്യർക്ക് ഇത് പ്രായോഗികമാക്കാനുള്ളതാണോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? നിങ്ങൾ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഇതെങ്ങനെ പ്രായോഗിക? ഖുദൂ സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം അണിയുക, അലങ്കാര വസ്ത്രം അണിയുക എന്നാ. വസ്ത്രം എന്ന് പോലെ എഴുതി, സീനത്തിന് അലങ്കാര വസ്ത്രം ആക്കി. വസ്ത്രം എവിടുന്ന് കിട്ടിയെന്നൊന്നും ചോദിക്കണ്ട. സീനത്തിന് വസ്ത്രം എവിടെ? എന്നാ നീ ഒരു സിനിമ ആക്ട്രസ്, സിനിമ നടിയുടെ പോലെ കൂടി ആയിക്കോട്ടെ, കുറച്ച് ജ്വല്ലറി കൂടി ധരിച്ചിട്ട് ആകെ മേക്കപ്പ് ചെയ്തിട്ട് ആയിക്കോട്ടെ. അപ്പൊ അതാണ് നീ നമ്മൾ പറയുന്ന അർത്ഥം. എന്നാ നിങ്ങൾ പറയുന്ന അർത്ഥം ഒന്ന് പ്രായോഗികമാക്കും. ഞാൻ പറഞ്ഞുതരാം. യാ ബനി ആദം, ഈ യാ ബനി ആദം എന്ന് വിളിച്ചോണ്ടാണ് ഇവര് എല്ലാ ആരാധനാലയത്തിങ്കൽ നിന്നാക്കിയത്, അല്ലെങ്കിൽ എല്ലാ പള്ളികളിൽ നിന്നാണ് ആക്കുക. അവിടെയും കളി നോക്കണം നിങ്ങൾ. ബനി ആദമിനോടാവുമ്പോ പള്ളി പറഞ്ഞാൽ ശരിയാവൂല. കാരണം ബനി ആദം അതാണ് ഇവർക്ക് സംഗതി പിടുത്തം വിടുകയാണ്. അഭിസംബോധന യാ ബനി ആദം എന്നാ, ആദം സന്തതികളോടാ. അപ്പൊ ആദം സന്തതികളിൽ എല്ലാരും പെടുവല്ലോന്നാ. അപ്പൊ എല്ലാ പള്ളികളിലൊന്നും വെക്കണില്ല. അപ്പൊ വാക്ക് മാറ്റി ആരാധനാലയത്തിങ്കൽ നാക്കി. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെ ഒപ്പിച്ചാലും ശരിയാകില്ല. പിന്നെ ഒരു പരിഭാഷ കടക്കട്ടെ വിചാരിച്ചിട്ട് എന്നാ കടക്കട്ടെ ഒരു പരിഭാഷ ഇങ്ങനെ എഴുതിയതാണ്. സത്യത്തില് ഇത് കേരളത്തിലെ ഏറ്റവും ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ആളുടെ പരിഭാഷയാണ്. ഏറ്റവും മോശപ്പെട്ട ആളുടെ പരിഭാഷ അല്ല ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ആളുടെ പരിഭാഷയിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ തനി മുസ്ലിയറ പരിഭാഷയല്ല. നേരെ ഓ ആദം മക്കളെ, ഹുദു സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് എടുക്കണം. നിങ്ങൾ മേക്കപ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. എന്തിന്? ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ അള്ളാഹുവിന്റെ ഏതൊരു കൽപ്പന നിങ്ങൾ നടപ്പിൽ വരുത്തുമ്പോഴും അനുസരിക്കുമ്പോഴും അത് നിങ്ങളുടെ മേക്കപ്പായിട്ട്, നിങ്ങളുടെ ഒരു പ്രൗഡായിട്ട്, നിങ്ങളുടെ ഒരു അലങ്കാരമായിട്ട് നിങ്ങൾ അത് സ്വീകരിക്കണം. ഇത് അള്ളാന്റെ കൽപ്പന. ഇത് ഞാൻ എൻ്റെ ഒരു അലങ്കാരമായിട്ട്, ഒരു മാനക്കെടുമില്ല, ഒരു മടിയില്ല, ഇത് അള്ള പറഞ്ഞതാണ്. ഇത് ഞാൻ കോളർ കുലുക്കി ഇതിന്റെ ഒരു അലങ്കാരമായിട്ട്, ഇതൊരു മേക്കപ്പായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ ഏതൊരു കൽപ്പന നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിലും നടപ്പിൽ വരുത്തുകയാണെങ്കിലും. എന്താ ഞാൻ പറയാനുള്ളത്? അത് 49:7 അള്ളാഹു പറഞ്ഞു, വഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ അള്ളാഹു പ്രിയങ്കരമാക്കി കാണിച്ചു കൊടുത്തു. വസയ്യനഹു, ആ ഈമാൻ, ഈ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം അള്ളാഹു അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിൽ.
അവരുടെ മനസ്സിലാണ് അത് പ്രൗഡ്. അത് എന്തായാലും അല്ല എന്റെ സ്റ്റാറ്റസ് ആയിട്ട്, എന്റെ പ്രൗഡായിട്ട്, എന്റെ ഒരു അഭിമാനമായിട്ട്, എന്റെ ഒരു അഹങ്കാരമായിട്ട്, ഒരു അലങ്കാരമായിട്ട് എടുക്കാം. ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്. എന്താ അത് നിങ്ങൾ എടുക്കണം ആദം മക്കളെ എന്ന് പറഞ്ഞാൽ എന്താ പ്രായോഗികത? ഞാൻ നുണ പറയുന്നില്ല, അത് എന്റെ അള്ളാഹുവിന്റെ ഒരു അലങ്കാരമായിട്ട് സ്വീകരിക്കാം. നീതി കാണിക്കണം എന്ന് അള്ളാഹുവിന്റെ ഒരു മസ്ജിദ് ഒരു കൽപ്പന. ഞാൻ നീതിയിലെ വർത്തിക്കൂ, അത് ഞാൻ എന്റെ പ്രൗഡായിട്ട്, അത് എന്റെ ജീവിതത്തിൽ ഒരു മേക്കപ്പായിട്ട് ഞാൻ കാണുക. ഞാൻ നീതിയെ പറയൂ, അത് എന്റെ റബ്ബിന്റെ മസ്ജിദാ, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല, അതെന്റെ ഒരു മേക്കപ്പായിട്ടാണ് സ്വീകരിക്കണം ഞാൻ. എന്താ അതിന് പ്രശ്നം? അതൊരു ഇന്റലക്ച്വൽ, അതാണ് ബുദ്ധിപരമായ, മനുഷ്യന്റെ ബുദ്ധിപരമായ തലത്തിലാണ് അള്ളാഹു അവന്റെ മേക്കപ്പ് കാണുന്നത്. ഇവര് ഡ്രസ്സിലാ മേക്കപ്പ് കാണുന്നത്. അവിടെയാണ് വ്യത്യാസം. അവിടെയാണ് അവന്റെ ചിന്തയിൽ, അവന്റെ മനസ്സിൽ, അവന്റെ ബുദ്ധിയിൽ, അവന്റെ ആശയത്തിൽ, ഇതിലാണ് അവൻ മേക്കപ്പായിട്ട് ഇത് കാണേണ്ടത്. അതാണ് ഒരു മഹാൻ പറഞ്ഞത്, ആണിന്റെ മേക്കപ്പ് അവന്റെ ബുദ്ധിയാണ്. സ്ത്രീയുടെ മേക്കപ്പ് ചിലപ്പോൾ ഡ്രസ്സോ ജ്വല്ലറിയൊക്കെ ആകാം, പക്ഷെ ഒരു ആണിന്റെ മേക്കപ്പ് എന്ന് പറയുന്ന ബുദ്ധിയാണ്. ലോകത്തൊരു മഹാൻ പറഞ്ഞതാ, ഒരു പുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത്, അവന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് അവന്റെ ബുദ്ധിയാണ്. ബുദ്ധിയുള്ള ലോകത്തിന്, ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന് ലോകത്തെ കീഴടക്കി ഭരിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് ലോകത്തെ കീഴടക്കി ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യന്റെ വിജ്ഞാനത്തിലും ബുദ്ധിയിലും അവന്റെ അറിവിലും മുഖ്യമായ പ്രാധാന്യം ഖുർആൻ കൊടുക്കാനുള്ള കാരണം അതാണ്. അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല. ബുദ്ധിയും വിവരവും തന്റേടവും വിവേകവുമുള്ള ഇത് ഉപയോഗിക്കുന്ന മനുഷ്യനെ ലോകത്തെ കീഴടക്കി ഭരിക്കാൻ കഴിയൂ. അത് ലോക ചരിത്രമാണ്, ഇന്നത്തെ ചരിത്രവും അതാണ്. അല്ലെങ്കിൽ നീഗ്രോ ആണ് ലോകം ഭരിക്കേണ്ടത്. നീഗ്രോ ലോകം ഭരിക്കണില്ല, ആഫ്രിക്കക്കാരൻ ലോകം ഭരിക്കണില്ല. ലോകം ഭരിക്കുന്നത് അറിവുള്ളവനും ബുദ്ധിയുള്ളവനുമാണ് ലോകം ഭരിക്കുന്നത്. ഫിസിക്കലി സ്ട്രെങ്ത് കൊണ്ട് ലോകം ഭരിക്കണമെങ്കിൽ ഇന്ത്യ ഭരിക്കണം. ജനസംഖ്യയിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. കായിക ബലം കൊണ്ട് ലോകം ഭരിക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകം ഭരിക്കണം. ലോകം ഭരിക്കേണ്ടത് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇത്രമാത്രം വിജ്ഞാനത്തിനും അറിവിനും ബുദ്ധിക്കും ഇത് നേടിയാലേ നിങ്ങൾക്ക് ഔന്നിത്യത്തിനും ലോകത്ത് നേടാൻ കഴിയൂ. ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട്, തടി കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ഒരാളെ പെട്ടെന്നൊരു അടിക്ക് വീഴ്ത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാം, പക്ഷെ ലോകത്തെ അടക്കി ഭരിക്കാൻ, ലോകത്തിന്റെ മേൽക്കോയ്മ അത് മറ്റുള്ളവരെ അടിമകളാക്കി വെക്കാനല്ല, സമൂഹത്തിന്റെ പുരോഗതിക്ക് ചില നന്മയ്ക്ക് വേണ്ടി ലോകത്തെ തന്റെ ഇതിൽ കൊണ്ടുവരാൻ അതിന് ബുദ്ധിപരമായ കഴിവെന്നാണ്. അതാണ് അത് സീനത്താക്കി മാറ്റി ഖുലൂബിക്കും നിങ്ങളുടെ മനസ്സിൽ. അതാണ് സീനത്ത്. എന്നാ പിശാചുക്കൾ അവരുടെ അമലുകളാണ് അവർ സീനത്തായിട്ട് കാണുക എന്ന് ഖുർആൻ പറഞ്ഞു. ശൈത്താനും അഅ്മാലഹും, പിശാച് അവരുടെ അഅ്മാലുകൾ അവർക്ക് സീനത്താക്കി കാണിച്ചു കൊടുത്തു. എന്താണ് ഇനി ഇതിലേക്ക് മേലെ എന്താ പ്രായോഗികത? നിങ്ങൾ പറയും, യാ ബനി ആദം, ഓ ആദം മക്കളെ, ഖുദൂ സീനത്തക്കും, നിങ്ങൾ പ്രൗഡായിട്ട്, നിങ്ങളുടെ മേക്കപ്പായിട്ട്, നിങ്ങളുടെ അഭിമാനമായിട്ട്, നിങ്ങളുടെ അലങ്കാരമായി നിങ്ങൾ സ്വീകരിക്കണം. എപ്പോൾ? ഇന്ദ കുല്ലി മസ്ജിദിൻ, അള്ളാഹുവിന്റെ ഏതൊരു കൽപ്പന. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നീതി. ഒരു ഉദാഹരണം പറയാം, നീതി, ധർമ്മം, മറ്റുള്ളവരെ സഹായിക്കണം, നുണ പറയരുത്, ആളെ കൊല്ലരുത്. ഏതൊരു കൽപ്പനയാണെങ്കിലും അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് അതെന്റെ മേക്കപ്പായിട്ട് കാണുക, അതൊരു അലങ്കാരമായിട്ട് അവന്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കുക. വക്കുലു വശറബു, അത് നിങ്ങൾ ഇൻടേക്ക്, ഉള്ളിലേക്ക് ആ ആശയത്തെ മുഴുവനായി എടുക്കുകയും വശരിപ്പു, അത് നടപ്പാക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളെ അവഗണിച്ച് കളയരുത്. എന്താ പ്രശ്നം? എന്താ അപ്രായോഗ്യത? നിങ്ങൾ പറയും, ഇത് മാനവരാശിക്ക് ഗുണകരമല്ല. മറ്റത് നിങ്ങൾ പ്രായോഗികമാക്കിക്കാണ്. ഒരാളൊന്ന് പ്രായോഗിക ആക്കിക്കാണ് ഈ ആയതിന്റെ 7:31 ഒന്ന് പ്രായോഗികമാക്കി. എല്ലാ ആരാധനാലയത്തിങ്കിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം അണിയുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്താക്കുന്നത് വരെ, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോ നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. നമ്മൾ ചോദിച്ചു, മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ?
4 മാസത്തിൽ നിങ്ങൾ ദുൽമ് കാണിക്കരുത്, 8 മാസത്തിൽ ദുൽമ് കാണിക്കാൻ പറ്റുമോ? പല തെളിയുമ്പോ പിന്നെ ആ 4 മാസത്തിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്, അപ്പൊ പിന്നെ 8 മാസത്തിൽ അക്രമം കാണിക്കാൻ പറ്റുമോ? അതാണ് ഒരായത്ത് പോലും മര്യാദക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. ഒരു ഭൂരിഭാഗം പരിഭാഷകളുടെ അവസ്ഥ എന്നിട്ട് ഇഖ്തിലാഫ്. ഖുർആനിൽ ഇഖ്തിലാഫൊന്നുമില്ല മക്കളെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാരോടൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ 4 ആയത്തെ അർത്ഥം വായിച്ചിട്ട് ഇത് മനസ്സിലായില്ല മാഷേ, ഇത് ഇവിടെ വെക്കാണ്, ഇതൊന്നും സംഗതി. 4 ആയത്ത് മര്യാദക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ചിന്തകന്മാരും ബുദ്ധിയുള്ള ആളുകളും ശാസ്ത്രജ്ഞന്മാരും മനുഷ്യ സ്നേഹികളൊക്കെ അത് വായിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ മടക്കി വെക്കാണ്. എന്താ ഇതൊരു പടച്ചോന്റെ കിതാബാന്ന് തോന്നണില്ല. വഖത്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടോടത്ത് വെച്ച് വെട്ടിക്കൊന്നോളൂ എന്നാ 291 നിങ്ങൾ ഇന്ന് പോയി എഴുതിയേക്കുന്നു. വഖത്തുലൂഹും, നിങ്ങൾ കൊന്നു കളയുക, ഒരു ദാക്ഷിണ്യം വേണ്ട. ഹൈസു സഖിഫ്തുമൂഹും, കണ്ടേടത്ത് വെച്ച്. അതോ ഉടനെ ഞാനൊക്കെ ആണെങ്കിൽ അപ്പം മടക്കിയേക്കും ആ പരിഭാഷ. കണ്ടേടത്ത് വെച്ച് കൊന്നാണ് കളഞ്ഞോളിന്ന്. നല്ല പടച്ചോൻ തന്നെ. കണ്ടേടത്ത് വെച്ച് മുശ്രിക്ക്. നബിയുടെ കുടുംബത്തിൽ തന്നെ എത്രയോ അവിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് പല ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഓലൊക്കെ കൊന്നിക്കണമെങ്കിൽ വിശ്വസിക്കാൻ ആരെങ്കിലും ഇതിൽ കിട്ടുമോ? വിശ്വസിക്കാൻ പിന്നെ ലോകത്ത് ആളുണ്ടാവുമോ? ഒക്കെ ഇനി കണ്ടോടത്ത് വെച്ച് കൊല്ലാൻ നടന്നാല്. എന്നാ സഖിഫ എന്ന് പറയുന്ന അവർക്ക് തന്നെ, സഖാഫത്ത് എന്ന് പറഞ്ഞ സംസ്കാരം എന്ന് അവർക്ക് തന്നെ അറിയാം, പഠിച്ചിട്ടുണ്ട്. സഖിഫ സംസ്കാരം നേടുക എന്നാ. നിങ്ങൾ നേടിയ സംസ്കാരം അനുസരിച്ചായിരിക്കണം അവരോട് ഫൈറ്റ് ചെയ്യേണ്ടത്, യുദ്ധമല്ല. എന്താ പ്രശ്നം? വഖത്തുലൂഹും, ഈ മുശ്രിക്കുകളോട്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ നേടിയ സഖാഫത്ത് അനുസരിച്ചിട്ടാണ്, സംസ്കാരം അനുസരിച്ചിട്ടാണ് വേണ്ടത്. എന്താ പ്രശ്നം? നിങ്ങൾ സഖിഫ എന്നുള്ള വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം ഇന്ന് ഡിക്ഷണറിയിൽ പോയിട്ട് നോക്കിയിട്ട് സംസ്കാരം നേടുക എന്നാണോ അർത്ഥം നിങ്ങൾ നോക്കിയിട്ട് നീ എപ്പോഴെങ്കിലും എനിക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. സഖിഫ ഒന്നാമത്തെ ആ വേർഡിന്റെ അർത്ഥം സംസ്കാരം നേടുക എന്നാ. സഖാഫത്ത്, മർക്കസ് സഖാഫത്ത് സുന്നിയാണ് കേട്ടിട്ടുണ്ടാവും. സുന്നി സാംസ്കാരിക കേന്ദ്രം സഖാഫത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. സഖിഫ്തും, നിങ്ങൾ നേടിയ സംസ്കാരം അനുസരിച്ച്, നിങ്ങൾ എന്ത് സംസ്കാരമാണ് നേടിയത് ആ സംസ്കാരം അനുസരിച്ച് നിങ്ങൾ അവരോട് ഫൈറ്റിന് പോകാൻ പാടുള്ളൂ. അവരുടെ സംസ്കാരം നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത് എന്തായാലും കണ്ടോടത്ത് വെച്ച് വെട്ടിക്കോളി. ഇത് മക്കളെ, ഈ കിതാബ് നിങ്ങൾ വെച്ചാൽ മതി എന്ന് പറയും. ഞങ്ങൾ അതാണ് ഈ സമൂഹം വാഷ് ഔട്ട്. ഞാൻ വാഷ് ഔട്ട് ചെയ്തു പോകും. ഈ ലോകത്ത് തന്നെ എടുത്തു പോകും. ഈ സമൂഹം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് ഇനി ഒരു സമാധാനപൂർണമായ ജീവിതം എങ്ങനെ കണ്ടെത്താനാ ലോകം ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഇസ്ലാം വെച്ചിട്ട് ഏറി കഴിഞ്ഞാൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ആകാൻ പറ്റും, പാകിസ്ഥാൻ. ഇന്നത്തെ ഇസ്ലാം അനുസരിച്ച് അതാണ് ലോകം ഇതിൽ തിരിഞ്ഞു നോക്കാത്തത്. ഇന്നത്തെ ഇസ്ലാം അനുസരിച്ച് ഇന്ന് ഞാൻ മുസ്ലിം ആയാൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖ സൗകര്യമുള്ള രാജ്യം ഏതാന്നാ ലോകം ചിന്തിക്കുന്നത്. ഒരു പാകിസ്ഥാനാ കാണുന്നത്, സോമാലിയെ കാണുന്നത്, ഇന്തോനേഷ്യ കാണുന്നത്, സൗദി അറേബ്യ കാണുന്നത്, ഇറാനാ കാണുന്നത്, ഇറാഖാ കാണുന്നത്. ലോകം പറ ഇത് വേണ്ടല്ലോ. ഒരു സ്വിറ്റ്സർലാൻഡ് കാണില്ല, ഒരു ന്യൂസിലാൻഡ് കാണില്ല, ഒരു ഡെൻമാർക്ക് കാണില്ല. സമാധാനപൂർണമായ ഒരു മാതൃകാ സമൂഹം. കുറച്ച് മൊല്ലാക്കാര് താടി നീട്ടി ബോംബിട്ട് കലാപങ്ങൾ ഉണ്ടാക്കി പരസ്പരം വെട്ടിക്കൊന്നു കഴിയുന്ന ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളാ മുസ്ലിം രാജ്യങ്ങളായിട്ട് കാണുന്നത്. ഈ ഇസ്ലാം വേണമെന്ന ബുദ്ധിയുള്ളതാണ്. ഇത് വാഷ് ഔട്ട് ചെയ്ത് പോകും. ഇത് ലോകത്തുനിന്ന് എടുത്തു പോകും. ഇത് ഖുർആൻ നേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ സംഗതി ഞാൻ പറഞ്ഞുതരാം. ഒരു ഡെൻമാർക്ക് കാണാനില്ല, ഒരു ന്യൂസിലാൻഡ് കാണാനില്ല. ന്യൂസിലാൻഡിൽ നിങ്ങൾക്കറിയോ, സാധനങ്ങളൊക്കെ റോട്ടിൽ വെച്ചിട്ട് എടുത്തു പോകുക. അതിന്റെ വില എത്രയെന്ന് വെച്ചാൽ വില പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും, അത് പെട്ടിയിലിട. എന്താ നിങ്ങൾ അറിയോ? ആ ഒരു രാജ്യം ഈ മൊല്ലാക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഈ മുല്ലാ മതത്തിന് സ്വപ്നം കാണാൻ പറ്റുമോ അങ്ങനത്തെ ഒരു രാജ്യം? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാ ഇങ്ങനത്തെ ഒരു ദീന്? ഈ ദീന് വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല, ഇത് നേരെ അവതരിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ ഇത് കൂട്ടി വെച്ചു കുടിയിൽ വേറെ വല്ല പണി നോക്കിക്കോളി. അതാ എനിക്ക്
ഇങ്ങോട്ട് കുറെ താടിക്കാരുണ്ടാക്കും, ഇങ്ങോട്ട് അയാൾ ഇങ്ങനെ ഇത് പറയാതെ ഭയങ്കരമായി ഞാൻ അള്ളാനെ കണ്ടു. എവിടെ അള്ളാനെ കണ്ടു? മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളോട് വല്ലതും സംവദിക്കാതിരുണ്ടോ? ഒരു മനുഷ്യന്റെയും പട്ടിണി അങ്ങനെ അള്ളാനെ കണ്ടിട്ട് മാറിയ ലോക ചരിത്രത്തിലില്ല. വെറുതെ സ്വപ്നം കണ്ടു. സ്വപ്നം ഞാനും കണ്ടു. ഞാനും നാളിന്റെ ഏത് സുഹൃത്തിനോട് പറഞ്ഞു, സ്വപ്നം ഞാനും കണ്ടു, മൗലൈനെ ആകാശത്ത് വെച്ച് കണ്ടു. മൗലൈ ആകാശത്തുണ്ട്. മൗലൈനെ കിട്ടാനില്ലല്ലോ. CBI ഒക്കെ അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു, എവിടെയില്ല. മൗലവിനെ ഞാൻ പറഞ്ഞു ഉയർത്തിക്കാം. മൗലവി സ്വപ്നത്തിൽ പറഞ്ഞു ഞാൻ 7-ാം ആകാശത്തിരിക്കാണ്. അല്ലാന്ന് പോയി പറയട്ടെ, മൗലവിനെ ഉയർത്തിക്കാന്നപ്പ ഞാൻ പറയണം. ഈസാ നബിക്ക് ശേഷം പിന്നെ അള്ളാഹു ഉയർത്തിയ ഒരൊറ്റ മഹാനെ ലോകത്തുണ്ടായിട്ടുള്ളൂ, അത് മൗലവിയാണ്. അല്ലെങ്കിൽ പറയട്ടവര് ആണുങ്ങളാണെങ്കിൽ പറയട്ടെ, ഞാനാണ് തട്ടിക്കൊണ്ടത്. അതാണ് ആണത്വം. എന്നിട്ട് അതാണ് ആണത്വം, ചങ്കൂറ്റം. ഞങ്ങളെ നബിനെ, ഞങ്ങളെ ഖുർആനെ, ഞങ്ങളെ ഇസ്ലാമിനെ പറഞ്ഞു, അതിന് ഞാൻ ശരിയാക്കി, ഇതന്നെ പിടിച്ചോളി എന്നാണ്. എന്നിട്ട് പിന്നിൽ കൈ, അത് ഏത് പൊട്ടന ചെയ്യാൻ പറ്റാത്തത്? പിന്നിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് ഒളിച്ചോടുക. അതാ ഞാൻ പറഞ്ഞത്, CBI അന്വേഷിച്ചില്ല, സർക്കാർ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല, എവിടെയും കാണാനില്ല, ആരോട്ട് കൊന്നിട്ടുമില്ല, ആരും തട്ടിക്കൊണ്ടേറ്റുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൗലവി 7-ാം ആകാശത്ത് ഇരിക്കാണ്. എല്ലാ അമ്പിയാക്കന്മാരെയും കൂടെ മൗലവി ഇരിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ ഞാൻ കണ്ടു. അല്ലാന്ന് ഇവര് പറയട്ടെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കി പറയാം. ആരോടെ ഞാൻ ഒരിക്കൽ പറഞ്ഞു അങ്ങനെ, മൗലവിനെ ഉയർത്തിക്കാണ്. അപ്പൊ ഇത്തരം ഞാൻ എന്റെ പറയുന്നത്, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഖുർആൻ എന്തിനാ ഈ ഖുർആൻ ഇങ്ങനെ ഇടങ്ങാറായി പറയണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. ഇത് ഇടങ്ങാറായി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണത്. എന്താ ഇപ്പൊ ഈ കൗമ ഇങ്ങനെ പോണ പോക്കിൽ പോയിക്കോട്ടെ നിങ്ങൾ ചൊറയുണ്ടല്ലോ. ഇത് ഈ ഖുർആനെ ശരിയായ രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല. ഇത് അല്ലെങ്കിൽ ഇത് മാനവരാശിയുടെ ഗുണത്തിനാക്കുക, അല്ലെങ്കിൽ ഇത് പൂട്ടിവെക്കുക. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ ഈ മുല്ലാമതം എന്നാണ് ഞാൻ പറയുന്നത്. ഈ മുല്ലാമതം ഇന്ന് ലോകത്ത് കാണുന്ന മതം ഇതാണ്. ഏറിക്കവിഞ്ഞ, ഇനിയിപ്പോ ഈ രാജ്യമൊക്കെ വിടി, ഏറിക്കവിഞ്ഞ ഒരു UAE ആകാൻ കഴിയും. മാക്സിമം ഇന്ന് പറയുന്ന രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ മാക്സിമം എത്താൻ പറ്റുന്ന ഒരു രാജ്യം UAE ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അബുദാബിയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നീ ചിന്തിക്കാൻ പറ്റുമോ? ലോകത്ത് ഏതെങ്കിലും സമാധാനപൂർണമായ ഒരു രാജ്യത്തെ അതിനപ്പുറത്തേക്ക് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പൊ അതാണ്, ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇതാണ് ഇന്നത്തെ ഇസ്ലാം, ഇന്നത്തെ ഖുർആൻ പരിഭാഷ. എന്നിട്ട് ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് ഇവര് അവതരിപ്പിക്കുക. അതാണ് ഖുർആനിൽ വല്ല ഭിന്നതയും വല്ല ഇഖ്തിലാഫും. എന്നാ ഹദീസോ? ഇഖ്തിലാഫില്ലാത്ത ഒരൊറ്റ ഹദീസും ഇല്ല. ഖുർആനിലെ ഇഖ്തിലാഫില്ലേ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ 3-4 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്നാ ഇഖ്തിലാഫില്ലാത്ത ഒരൊറ്റ ഹദീസ് ഉണ്ടോ ബുഖാരിയില്? ഒരു വിഷയം പറഞ്ഞാൽ അതിന് നേരെ അപ്പുറത്ത് വേറൊന്നും പറയാത്ത ഒരു ഹദീസെങ്കിലും പിന്നെ ബുഖാരിയിലുണ്ടോ? ഒരു കൈകെട്ടലെടുത്താൽ ഒരു നിസ്കാരത്തിന്റെ രൂപത്തിൽ തന്നെ ഒരു ഏകോപനം ഉണ്ടോ? ഏകമായ ഒരു അഭിപ്രായത്തിൽ പറയുന്ന ഒരു നമസ്കാര രൂപം ഉണ്ടോന്നാ കണ്ടത്? ഇല്ലല്ലോ. ഒരു കൈ കെട്ടുന്ന രൂപത്തിൽ വരെ ഏകോപനമില്ല. അപ്പോ ഏകോപനം, ഒരു ഇഖ്തിലാഫ് എന്ന് പറയുന്നത്, ഭിന്നത എന്ന് പറയുന്നത് ഹദീസിന്റെ മുഖമുദ്രയാണ്. അതിൽ ആദ്യാവസാനം ഭിന്നതയാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവികമല്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് അതാണ്. ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, സൂറത്തുൽ അൽ-ബഖറയിൽ ഇത് ദൈവികമാണോ എന്നുള്ളതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടെങ്കിൽ ഒരു അധ്യായം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? എന്നാ ഹദീസ് നിങ്ങൾക്ക് എനിക്ക് സമയം തരികയാണെങ്കിൽ, ഒരു മാസം തരികയാണെങ്കിൽ 1000 ഹദീസ് ഞാൻ എഴുതിണ്ടാക്കി തരാൻ. അത് വചനത്തിലല്ല അതിന്റെ മഹത്വം. അത് ഇവര് പറഞ്ഞു. ഖുർആൻ മുഹമ്മദ് നബിയുടെ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അന്നത്തെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഇനിയും ലോകം ഇവിടുന്നും അങ്ങോട്ട് ഇനിയും കുറെ മുന്നോട്ട് പോകണമെന്ന് ഏതോ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളിലല്ല അതിന്റെ മഹത്വം കിടക്കുന്നത്. അതിലും 28 അക്ഷരങ്ങൾ തന്നെയാണ്
ഹദീസുകളിലും 28 അക്ഷരങ്ങൾ തന്നെയാണ്. ഈ അക്ഷരങ്ങളുടെ കോർത്തിണക്കൽ തന്നെയാണ് രണ്ടിലും. പക്ഷെ ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യന്റെ നന്മയ്ക്കും പുരോഗതിക്കും അവന്റെ നിലനിൽപ്പിനും ആവശ്യമായ നിയമസംഹിതകൾ ഒന്ന്, മറ്റത് അവന്റെ യുക്തിക്കോ ബുദ്ധിക്കോ അവന്റെ പുരോഗതിക്കോ ഒന്നും ഉപകരിക്കാത്ത ഒന്ന്. അതാണല്ലോ ഒറ്റ ഉദാഹരണം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് 9:36 യുദ്ധത്തിൻ്റെത്. യുദ്ധം അനുവദിച്ചുകൊണ്ട് ഹദീസുകളിൽ 8 മാസം പറഞ്ഞാൽ തന്നെ അത് ദൈവീകമല്ല എന്ന് ഉറപ്പാണ്. കാരണം മനുഷ്യനെ പച്ചക്ക് വെട്ടാൻ പറയാൻ പറ്റൂല, അതിൽ അപ്രായോഗികതയുണ്ട്. ഇനി ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞു, അതിന്റെ അപ്രായോഗികത എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ തല്ലുമ്പോഴാ ഞാൻ തിരിച്ചു തല്ലുക. ഞാൻ കുറച്ച് ഡേറ്റ് നിശ്ചയിച്ച് തീരുമാനിച്ച് ഞാൻ സ്വയം ഇരിക്കുക, ഞാൻ കുറച്ച് ദിവസമൊന്നും ആരോടും തല്ലൂലാണ്. അപ്പോഴാണ് എന്റെ ശത്രു എന്നെ തല്ലാൻ വരിക. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ നിയമമായ പ്രായോഗികമായ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത, അത്ഭുതങ്ങളിലൂടെ ഒന്നും നേടാൻ അള്ളാഹു പറയുന്നില്ല. അത്ഭുതങ്ങളിലൂടെ ലോകത്തിന് എന്തെങ്കിലും കിട്ടിയതായിട്ട് അറിയില്ല. അത് ഖുർആൻ അങ്ങനെ അത്ഭുതങ്ങളോ അപ്രായോഗികതകളോ യുക്തിരാഹിത്യങ്ങളോ അല്ലെങ്കിൽ യുക്തിരഹിതമായ ആശയങ്ങളോ ഒന്നും ഖുർആനിന് അവതരിപ്പിക്കാനില്ല. അവിടെ ബുദ്ധിപരമായ ആശയങ്ങൾ, യുക്തിപരമായ ആശയങ്ങൾ, പ്രായോഗികമായ ആശയങ്ങൾ, അതല്ലാത്തതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ചിങ്ങനെ മനസ്സിലാക്കി വന്ന അറിവിന്റെ അപര്യാപ്തതയോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ പല അറിവുകളും നമുക്ക് മനസ്സിലാകാത്ത. മസ്ജിദുൽ ഹറാമിന് നമ്മൾ വെച്ച ഈ അർത്ഥം വെക്കുമ്പോൾ അത് അപ്രായോഗികമാകുന്നു. ഇപ്പൊ മസ്ജിദിന് നമ്മൾ ഈ പറയുന്ന അർത്ഥം വെക്കുമ്പോൾ ഒരു സ്ഥലത്തും അത് പ്രായോഗികമാവുന്നില്ല. ഈ 7:31 ഞാൻ പറഞ്ഞു, 7:29 എന്താ പറഞ്ഞത്? കുൽ, നീ പറയുക, അമറ റബ്ബി ബിൽ ഖിസ്തി, എന്റെ റബ്ബ് നീതി നടപ്പാക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? വഅന അഖീമു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നേരെ നിർത്താനും എന്റെ കുല്ലി മസ്ജിദിന്, ഏതൊരു പള്ളി കാണുമ്പോഴും. അത് പ്രായോഗികമാണില്ല. അപ്പൊ പള്ളി എന്ന് മസ്ജിദിന് അർത്ഥം വെച്ചപ്പോൾ ഏതൊരു പള്ളി കാണുമ്പോഴും നമ്മുടെ ഈ വജഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന അർത്ഥം വെച്ചപ്പോഴും അത് പ്രായോഗികമാണില്ല. അതെങ്ങനെ? ഏതൊരു പള്ളി കണ്ടാലും മുഖം നേരെ നിർത്തുക. അഖീമു വുജൂ, ഏതൊരു പള്ളി കാണുമ്പോഴും നമ്മുടെ മുഖം എങ്ങനെ നേരെ നിർത്തുക? സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു, വലാ തുബാശിറൂൻ, അത് ഞങ്ങൾക്ക് സിയാമുൽ വിശദീകരിച്ച് പറഞ്ഞപ്പോ, നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടരുത് നിങ്ങൾ പള്ളിയിൽ എത്തിക്കാഫിലിരിക്കുമ്പോ. അപ്പൊ അല്ലാത്തപ്പോ വേണമെന്ന് വരുന്നു. അർത്ഥം മാറ്റിമറിച്ചപ്പോഴുള്ള പ്രശ്നമാണ്. പള്ളികളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഒരായത്തിൽ. അപ്പൊ ചിന്തിക്കുന്ന ഒരാൾ വിചാരിച്ചു, എന്താ പള്ളികളിൽ നിന്ന് അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, പുറത്തൊക്കെ ഇറങ്ങിയ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നേരെ മറിച്ച് എല്ലാ കൽപ്പനകളും ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ അനുസരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന എല്ലാ കൽപ്പനകളും ദൈവത്തിൻ്റെത് മാത്രമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ദൈവത്തിലേക്കല്ലാതെ ആളുകളെ വിളിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ ഞാനിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താ, ഇവര് വ്യക്തമായിട്ട് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഖുർആനിന് തെറ്റായി അർത്ഥകൽപ്പനകൾ നൽകിയിട്ട് അത് പ്രായോഗികമല്ല, അതിൽ ഇഖ്തിലാഫ് വരുന്നു, അത് നടപ്പാക്കാൻ പറ്റാത്തതാണെന്ന് വരുന്നു, അത് മനസ്സിലാവുന്നില്ല എന്ന് ഇവര് പറയുമ്പോ ഖുർആൻ ഒന്ന് പറയാം, അത് നടപ്പാക്കൽ വേറെ. ഇപ്പൊ ഇതിങ്ങനെ ചർച്ച ചെയ്തപ്പോ, ഈ മാസങ്ങളുടെ കാര്യം തന്നെ ചർച്ച ചെയ്തപ്പോ, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണെന്ന് ഖുർആൻ പറയാം. ഇവരെന്താ ചെയ്യണമെന്നോ, ഹജ്ജ് 10 ദിവസം മതിയെന്ന്. അശ്ഹുർ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ എന്നാണ്. മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3 വേണം. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിയമപ്രകാരം തന്നെ അഖല്ലുൽ ജംഇ സലാസത്തുന്നാണ്. അത് മൗലവിയുടെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷാപ്രകാരം, നിങ്ങളുടെ നിയമപ്രകാരം ബഹുവചനം ഏറ്റവും ചുരുങ്ങിയത് 3 അല്ലേ? അല്ല പറ ഹജ്ജ് ചെയ്യേണ്ടത് അശ്ഹുറിലാണെന്ന്, മാസങ്ങളിലാണെന്ന്. ഇവര് പറയാം മാസങ്ങളിൽ ഞങ്ങൾ ചെയ്യൂലാണ്, 10 ദിവസേ ചെയ്യുള്ളൂ. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ ചെയ്യുള്ളൂ, അത് ഞങ്ങൾ ചെയ്യൂലാണ്.
അപ്പൊ ദീൻ അള്ളാഹ്ക്ക് അങ്ങോട്ട് പഠിപ്പിക്കാം. ഇവർ പറയുന്ന അർത്ഥമാണെങ്കിൽ വലാ തഹരിക്കു റൂസക്കും, നിങ്ങൾ മൊട്ടയടിക്കരുത്. ഓരോരുത്തരും മൊട്ടയടിക്കണം എന്ന് പറയാം. ഓരോരുത്തരും മൊട്ടയടിക്കണം എന്ന് പറയാം. മുഹല്ലിക്കീന റൂസക്കും, നിങ്ങൾ മൊട്ടയടിക്കുന്നവരായിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകന്റെ സ്വപ്നം അല്ലാഹു ശരിവെച്ചു കൊടുത്തു എന്ന് ഇവരെഴുതുക. അപ്പൊ ഓരോരുത്തരും ബാർബർമാരാകണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം മുഹല്ലിക്ക് എന്ന് പറഞ്ഞ ബാർബറാണ് ഇവരുടെ അർത്ഥപ്രകാരം. ഞാൻ നിങ്ങളൊക്കെ ബാർബറാകണം. നാം നേരെ മറിച്ച് മുഹല്ലക്ക് എന്നാണ് പറയേണ്ടത്. മൊട്ടയടിക്കപ്പെട്ടവൻ എന്ന് പറയണമെങ്കിൽ അങ്ങക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. മുഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവനാണ്. അറിവ് കിട്ടിയ ഒരാൾക്ക് മുഅല്ലം എന്നാ പറയാ, പഠിപ്പിക്കപ്പെട്ടവൻ. മുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്നവനാ, മുർസലാണ് അയക്കപ്പെട്ടവൻ. എന്നപോലെ നമ്മളെ മുടി വേറെ ആരെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഹല്ലക്കാണ്. മുഹല്ലിക്ക് ബാർബറാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും മുഹല്ലിക്കാകണമെന്ന. അപ്പൊ തന്നെ അതിന്റെ അർത്ഥം ബാർബർ പണിയെടുക്കണം എന്നല്ലാന്ന് ഉറപ്പല്ലേ. അപ്പൊ ഇതൊക്കെ തെറ്റായിട്ട് എഴുതുക. എന്നിട്ട് തെളിവ് നമ്മളോട് ചോദിക്കാം. ഹജ്ജ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് മാസത്തിലാ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക നമ്മളോട്? അള്ള പറയുന്നത് നിങ്ങൾക്ക് മാലൂമായ മാസങ്ങളിലാണെന്ന് അള്ള പറയാം. മാസങ്ങൾ നല്ല കേട്ടോ, അത് ഇവരുടെ അർത്ഥം പറഞ്ഞതാ. നമ്മളവിടെ പറയുന്ന ഒറ്റവാക്കിൽ പറയാം. ഒറ്റവാക്കിൽ അതിന്റെ അർത്ഥം പറയാം. മനുഷ്യാവകാശ നിഷേധങ്ങൾ കൊണ്ടും നീതി നിഷേധങ്ങൾ കൊണ്ടും അറിയപ്പെട്ടതും സുപരിചിതവുമായ പ്രസിദ്ധവുമായതുമായ കാലഘട്ടങ്ങളിലാണ് അതിനുവേണ്ട ആർഗ്യുമെന്റുകളും വാദങ്ങളും നിങ്ങൾ നടത്തേണ്ടത് എന്നാണ്. അല്ല, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും നീതിയും ന്യായവും നിഷേധിക്കപ്പെടുകയും അക്രമം രാജ്യത്ത് നടക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ആർഗ്യുമെന്റുകൾ, വാദങ്ങൾ നടത്തുക, അതിനെതിരെ ശക്തമായി വാദം നടത്തുക. അതെപ്പോഴാണ് നടത്തേണ്ടത്? അശുഹുറുൻ, പ്രസിദ്ധമായ നീതി നിഷേധങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും പ്രസിദ്ധമായതും മഅലൂമാത്തുൻ, അറിയപ്പെട്ടതുമായ സന്ദർഭങ്ങളിലാണ് അത് നടത്തേണ്ടത് എന്നാണ് അല്ലാഹു പറയുന്നത്. ആ സന്ദർഭങ്ങളിലാണ് അത് നടത്തേണ്ടത്. യസ്അലൂനക അനിൽ അഹില്ലത്തി, ശബ്ദമുയർത്തേണ്ടതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അതാണ് ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ശബ്ദമുയർത്തരുത്. നിങ്ങളുടെ സൗണ്ട് ഉയർത്തേണ്ടത് ദൈവത്തിന്റെ നീതിക്കും ദൈവത്തിന്റെ നിയമത്തിനും സത്യത്തിനും മാത്രമേ നിങ്ങളുടെ ശബ്ദമുയർത്താവൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി, ദൈവത്തിന് വേണ്ടിയല്ലാതെ നിങ്ങളുടെ ശബ്ദമുയർത്തപ്പെടരുത്. അതാണ് അഹില്ലത്ത്. ശബ്ദമുയർത്തേണ്ടത് എപ്പോഴാണെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക ഹുവ മവാഖീതു ലിന്നാസി ഫിൽ ഹജ്ജ്, അത് മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആർഗ്യുമെന്റ്സുകൾ, വാദങ്ങളും വാദപ്രതിവാദങ്ങളും അതിനുവേണ്ടി വെല്ലുവിളിയും നടത്തേണ്ട സന്ദർഭങ്ങളിലാണ്, അതിനുള്ള ടൈമാണത് എന്ന് നീ അവരോട് പറയുക എന്നാണ് പറയുന്നത്. അല്ലാതെ മാസപ്പിറവിയെ കുറിച്ച് അവർ ചോദിക്കുന്നു, അത് ഹജ്ജിനുള്ള സമയം നോക്കാനാണെന്ന് പറയുക എന്നാണ് പറയുന്നത്. വാതിലിന്റെ പിന്നിക്കൂടി പോകരുത്, മുന്നിക്കൂടി പോകണം. ഇങ്ങനെ എല്ലാ കൂടി മുന്നിക്കൂടി പോകണം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളെന്താ കാട്ടുക? ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, ഈ മാസം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? മൊട്ട അടിക്കണം, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? അറഫിയിൽ വെച്ച് മൊട്ട അടിക്കണോ? മിനിയിൽ വെച്ച് മൊട്ട അടിക്കണോ? ഞാൻ പറഞ്ഞു ബാർബർ ഷാപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ മൊട്ട അടിക്കണം. അതിന് എന്നാലും പറഞ്ഞു, മൊട്ട അടിക്കാൻ പറയാനുള്ള കിതാബല്ലേ ഇത്. ഞങ്ങൾ ബാർബർ ഷാപ്പിൽ പോയിട്ട്, ഇനി കൂലി കിട്ടാനാണെങ്കിൽ ഇവിടെ തിരുപ്പതിയിലും പഴനിയിലും ഉണ്ട്, അവിടെ പോയി ചെയ്തോളാം. മൊട്ട അടിക്കാൻ പറയാൻ ഒരു കിതാബ്, എന്നിട്ട് അതുപോലെ കാര്യമായിട്ട് നിങ്ങൾക്ക് എവിടുന്നാ മൊട്ട അടിക്കണം എന്ന് ഖുർആൻ നോക്കിയാ എവിടുന്നാ കിട്ടുക? അതിപ്പോ കിട്ടണ്ട, ഞങ്ങളുടെ മുടി വളരുമ്പോ ബാർബർ ഷാപ്പിൽ നിന്ന് അടിച്ചോളാന്നാണ്. ഓ എന്റെ കാക്കാരെ, ഈ മുല്ലാമത നമ്മളോട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. മൊട്ടടി അറഫയിൽ നിൽക്കണം എവിടുന്നാ നിങ്ങൾക്ക് കിട്ടുക? ഞാൻ പറഞ്ഞു ഖുർആനിൽ ഒരറഫന്നെ അല്ലല്ലോ, അറഫാത്താന്നാ പറഞ്ഞത്. വൈദ അഫദത്തുമിൻ അറഫാത്തിന്ന, തിരിച്ചറിവുകളാണ് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ. അതാണ് മാരിഫ, തിരിച്ചറിവ് നേടലാണത്. അവന്റെ അറിവ് നേടല. അങ്ങോട്ട് പോലെ അറഫിന്ന് ഓടുക, എവിടേക്കായി ഓടണം? മാരത്തോൺ ഓട്ടം ഓടുക, എവിടേക്കായി ഓടണം? മാരത്തോൺ ഓട്ടം ഓടിയാ വീട്ടിൽ വിശക്കൊക്കെ സ്വർഗം കിട്ടണം. 2 കുന്നുകളുടെ ഇടയിൽ മാരത്തോൺ ഓട്ടം ഓടിയാ സ്വർഗം കൊടുക്കാൻ. അങ്ങനെയാണ് ഇവിടുത്തെ അത്ലറ്റുകളൊക്കെ എത്ര സ്വർഗം കിട്ടുമോൽക്കൊക്കെ, എത്ര ഓട്ടാ ഒറ്റ ഓടുന്നത്. എന്താ മക്കളെ പറയണേ? എന്താ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു?
ഇതൊക്കെ ദീന്. നിങ്ങളുടെ ജോലി നമ്മളോട് ഇഖ്റ ബിസ്മി ആദ്യം ഇറങ്ങിയിരിക്കണേ, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഇഖ്റ ബിസ്മി അവിടെ വെക്കണമെങ്കിൽ ഞങ്ങൾ പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇഖ്റ ബിസ്മി ആദ്യമല്ലേ വെക്കേണ്ടത്? ആദ്യം അതല്ലേ ഇറങ്ങിയിരിക്കണം? ആരെ പറഞ്ഞത് ആദ്യം ഇറങ്ങിക്കണം? വായിക്കടാന്ന് പറയണമെങ്കിൽ ഒരു ഏടെങ്കിലും കൈ കൊടുക്കണ്ടേ? ഞാൻ ഈ മൂപ്പരോട് പറയാം, വായിക്കുന്ന പറയണെങ്കിൽ മാഷ ഒരു കൈ എന്തെങ്കിലും വായിക്കാൻ എന്താ ഒരു കടലാസയിലും കൊടുക്കാതെ വായിക്കുന്ന എന്താ പറയണം? അതുവരെ ഒരു അക്ഷരവും പഠിച്ചിട്ടില്ല, കയ്യിൽ ഒരു കടലാസിന്റെ പൊട്ടും കൂടി ഇല്ല. 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട് ചേർന്നില്ല. ഒരു ഉദാഹരണം പറയാം, ഞാൻ ഇപ്പൊ മാഷല്ലേ 1ാം ക്ലാസ്സിൽ കൊടുത്ത് ചേർത്തിക്കാം. ആ കുട്ടി അതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, സ്ലേറ്റും ഇല്ല, പെൻസിലും ഇല്ല, ഒരു കടലാസിന്റെ പൊട്ടും കൂടി ഇല്ല. വന്നേക്ക് ഒരു 4 എണ്ണം കൊടുത്തിയാണ് ഒരു വായിക്കണം. ഇതുപോലെ നെവിനെ കാട്ടി വന്നേക്കുള്ള ഒറ്റ 4 ചോറിലെടുത്തിട്ട് ഒരു 4 പൂച്ച വായിക്കടാതെ. ഈ പോട്ടത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് ചോദിക്കാം, ഇഖ്റ ബിസ്മി അവിടെ വെക്കണമെന്ന് നിങ്ങൾക്ക് എവിടുന്നാ തെളിവ് കിട്ടിയത്? ആരെ പറഞ്ഞ ഇഖ്റ ബിസ്മിയ ആദ്യം ഇറങ്ങിക്കണമെന്ന് ചോദിച്ചാണ്. ഇഖ്റ ബിസ്മിയാണ് ഖുർആനിലെ 1ാമത് ഇറങ്ങിക്കണമെന്ന് ആരെ പറഞ്ഞ നിങ്ങളോടെന്ന് ചോദിച്ചു? ഖുർആനിലുണ്ടോ? ഇത് പൊട്ടത്തരല്ലേ? നിങ്ങൾ ചിന്തിക്കും. നബിനാണ് പിടി. എഴുത്തും വായന അറിയാത്ത ഒരു കുട്ടിനെ 1ാം ക്ലാസ്സിൽ ഇപ്പൊ എല്ലാ കുട്ടികളെ ചേർത്തിക്കണല്ലോ. ആ കുട്ടി പഠിച്ചിട്ടില്ല, ഒന്നും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. കയ്യിലൊരു കടലാസിന്റെ പൊട്ടോ ഒരു പെൻസിലോ ഒന്നുമില്ല, ഒരു സ്ലേറ്റിന്റെ പൊട്ടും കൂടി ഇല്ല. വന്നേക്ക് ഞാൻ മാഷാണ് ഒരു നല്ല ചുവടിലിട്ടിട്ട് ഒരു 4 എണ്ണം ചേർത്ത് ഇത് വായിക്കടാന്ന് പറയാം. എന്താ ഈ കുട്ടി വായിക്കും? ഇന്ന് പോലെയാണ് കാട്ടിക്കുന്ന ഒരു നാമൂസ് എന്ന് പറയുന്ന സാധനം കൂട്ടി പിടിച്ചിട്ട് 4 വീടല്ലേ. മൂപ്പർ അതുവരെ വായിച്ചിട്ടില്ല, ഒന്നുമില്ല, കയ്യിലൊന്നും കൊടുത്തിട്ടില്ല. ഇക്കട വായിക്കട, എന്ത് വായിക്കണം? ഇങ്ങനെ ഇതൊക്കെ ഇവർക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കണത്. ഇങ്ങനെ ചോദിക്കാം. ഖുർആനിൽ ഇങ്ങനത്തെ എല്ലാം എഴുതി വെച്ചിട്ട് ഖുർആനിൽ വളരെ പെർഫെക്റ്റാ, ഒരു കുഴപ്പമില്ല. ഖുർആൻ വളരെ ഡീസന്റാ ഖുർആൻ. ഞാൻ പറഞ്ഞു, ഈ ഖുർആൻ കൊണ്ട് പോയ ഈ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇങ്ങനത്തെ ഒരു സമൂഹം ജീവിച്ചിരുന്നു എന്ന് പറയാൻ കഴിയും. ഇങ്ങനെ ലോകത്ത് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന കുറച്ച് മൊല്ലാക്കാര് ജീവിച്ചിരുന്നു എന്ന് പറയാം. ഒരു 10, 100, 200 വർഷം കഴിയുമ്പോൾ ഈ സമൂഹം ഭാഷൗട്ടാണ്. ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, സർവൈവ് ചെയ്യാൻ കഴിയില്ല. സർവൈവൽ അതിജീവനത്തിന് സാധിക്കൂല. അതിജീവനത്തിന് സാധിക്കണമെങ്കിൽ മനുഷ്യൻ വൈജ്ഞാനികമായി പുരോഗതി നേടണം. അവന്റെ സമൂഹത്തിന്റെ നിലനിൽപ്പിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. അതിനുള്ള മെറ്റീരിയലുകൾ അവൻ കണ്ടെത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അമേരിക്കക്കാർ എല്ലാ മരുന്നും പരീക്ഷണം നടത്താൻ 3rd വേൾഡ് രാജ്യങ്ങളിലാണ്. പരീക്ഷണം നടത്താനുള്ള ഒരു സാധനം മാത്രമാവും മരുന്നൊക്കെ കണ്ടുപിടിച്ചാലേ ഇത് വിജയിക്കൂലെന്ന് കാരണം ഇവര് ഒരു മൃഗത്തിന്റെ സ്ഥാനം അവർക്ക് ഈ 3rd വേൾഡ് രാജ്യങ്ങളിലെ പാശ്ചാത്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ആളുകൾക്ക് കാണുള്ളൂ. അതിന്റെ വിലയുള്ളൂ ഇവർക്ക്. കാരണം ഇതൊരു തുല്യമേ ഉള്ളൂ. കാരണം മൃഗത്തെ പോലെ പ്രതികരിക്കുന്ന, മൃഗത്തിന്റെ അത്ര മാത്രമേ ചിന്തിക്കാൻ കഴിയുന്ന ഒരു മൃഗത്തിന് അവന്റെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അവന് ചിന്തിക്കാൻ കഴിയില്ല. ഇണചേരുക, കിടന്നുറങ്ങുക, ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത തനി മൃഗതുല്യമായ മനുഷ്യരായിട്ട് ഈ രാജ്യങ്ങളിലെ ആളുകളെ അവർ കാണുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ഭക്ഷണങ്ങളും അവരുടെ മരുന്നുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇവിടെ പരീക്ഷിക്കുന്നത്. ഒരു യുദ്ധം അവിടെ നടക്കും. നിങ്ങള് ആയുധം കണ്ടുപിടിച്ചിട്ട് പിടിക്കു കൊടുക്കുമല്ലേ? നിങ്ങൾ നോക്കിക്കോളി മക്കളെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് പൊട്ടിച്ചാവും പറ്റാം, പടക്കം പൊട്ടും പോലെ ഇതിങ്ങനെ പൊട്ടിച്ചാകേണ്ട സാധുക്കള് ഓരോ ആയുധം കണ്ടുപിടിച്ച് പല കയ്യിൽ കൊടുക്കും. പരീക്ഷണം, അവരൊരു മരുന്ന് കണ്ടുപിടിച്ച പരീക്ഷണം ഇവിടെ ഈ രാജ്യങ്ങളിൽ, സോമാലിയയില് അവർക്ക് ദേശ ഭക്ഷണം കിട്ടിയിരുന്നു. അതുപോലും ഈ സലഫികൾ തടുത്തു. 2,60,000 മരിച്ചത് വാർത്ത ചെറിയ ഒരു കോളത്തിന്, ആരും കാണാത്ത കോളത്തിന്. ഒരു പെണ്ണിന് പ്രസവിക്കണ്ടേ എന്നുള്ള അവകാശം വകവെച്ചെടുക്കണം എന്ന് സ്വിറ്റ്സർലാൻഡിൽ അവിടെ കേസ് നടന്നു. അതാ കൃത്യമായ രാജ്യം. അതിൽ മീഡിയകൾ മുഴുവൻ, അതിലും വാർത്താ പ്രാധാന്യം. 2,60,000 കുട്ടികളടക്കമുള്ള ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു. അമേരിക്കയിൽ നിന്ന് ഇടക്കിടക്ക് ഗോതമ്പും എന്തെങ്കിലും നിസ്സാരമായ സാധനങ്ങൾ കിട്ടിയിരുന്നു. അതുവരെ ഈ സലഫികൾ കപ്പൽ തടഞ്ഞു വെച്ചു. മരണം ഇത്ര കൂടുതലായിരുന്നു. ക്രൂരന്മാരാണ്, ക്രൂര ജനതയാണിത്. ഈ കിതാബ് വായിച്ച ക്രൂരന്മാരായിട്ടില്ലെങ്കിൽ പിന്നെ എന്താവുക? കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കോളിന്ന് ക്രൂരന്മാരാവൂലേ ഈ കിതാബ് വായിച്ചാല്? കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കോളിന്ന, വെട്ടി വീണാലും പോലെ നടന്നു വരലും വെട്ടിക്കോളിൻ, ചില്ലിയാക്കി തിന്നോളിന്ന്, ചിക്കൻ ചില്ലി പോലെ, ചിക്കൻ 65 പോലെ എന്തൊക്കെയെങ്കിലും ആക്കി ഇന്ന് തിന്നോളിന്ന്.
ഈ കിതാബ് ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയ ആവൂലേ? അവറ്റക്ക് ലേശം ഭക്ഷണം കിട്ടിയിരുന്ന കപ്പൽ അമേരിക്കൻ അതേങ്കി അത് ഇതും തടഞ്ഞു. ഈ സലഫികൾ തടഞ്ഞു. മരണം 2,60,000 ഔദ്യോഗിക കണക്ക്, ബാക്കി എത്രയെന്ന് അറിയില്ല. അവരുടെ കണ്ണും ചെറിയും നെഞ്ഞും ഒക്കെ കണ്ടാൽ ഇപ്പൊ കയ്യെത്താ ദൂരത്താ പിന്നെ സൗദി അറേബ്യ ഉള്ളത്. വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത് നോക്കണില്ല. എന്തിനാ ഈ മതം? ആർക്കു വേണ്ടിയിട്ടാണ് ഈ മതം? മനുഷ്യന് വേണോ ഈ മതം? എനിക്ക് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് മനുഷ്യന്റെ വല്ല നിലനിൽപ്പിനും ഈ ഖുർആനിനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ ഇതിന് എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും പരിശ്രമിക്കാൻ പറ്റുമെങ്കിൽ പരിശ്രമിച്ചു നോക്കിക്കോളി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ കുറച്ച് മൊല്ലാക്കാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് മുസ്ലിങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാനല്ലാതെ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ ലോകത്ത് തിരിട്ട് തരണ കാണൂല. അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിനോടൊക്കെ വിമുഖത കാണിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് സഹായകരമായ രീതിയിൽ എന്തെങ്കിലും ഒരു പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു പൈസ കൊണ്ട് സഹായിക്കാൻ നിൽക്കുന്നതിന് പകരം പിന്നിന്ന് കുത്താനാണ് പലരും ശ്രമിക്കുന്നത്. ഖുർആൻ പറയാൻ പറ്റുന്ന ഇതിനേക്കാൾ നന്നായി ഖുർആൻ പറയാൻ ഒരു അവസരം വേറെ ആൾക്കാർ തരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. നിങ്ങളോട് വെറുതെ പറയല്ല. എനിക്ക് ഈ ഖുർആൻ പറയലാണ് എന്റെ ദൗത്യം. ഇതിന് ഏതൊക്കെ ആളുകൾ സഹായകമായി നിൽക്കുന്നുവോ അവർക്ക് അനുകൂലമായി ഞാൻ നിന്നുകൊടുക്കും. എനിക്ക് എന്റെ വിഷയം അത്രേ ഉള്ളൂ, എന്റെ ദൗത്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സഹായകമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ സഹോദരങ്ങൾ ചെയ്യാം. അതിന് അനുകൂലമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും. എന്തിനാ ഇത് പ്രവർത്തിക്കണമെന്ന് നമ്മുടെ മാത്രം നിലനിൽപ്പല്ല, മാനവരാശിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് ഇനി പറഞ്ഞാൽ കേൾക്കൂലെങ്കിൽ നമ്മൾ ഓരോ ഒപ്പം കൂടി കൊടുക്കാം. അതെന്റെ അഭിപ്രായം. അത് അവസാനത്തെ കയ്യാ. ഇതൊക്കെ മനുഷ്യരെ നിങ്ങൾക്ക് നാശമാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ലെങ്കിൽ എന്നാ നല്ലോണം ഹജ്ജ് ഒന്ന് ചെയ്താൽ പോരാ, 10 ചെയ്തോളിന്ന് പറയാം. ഉംറ ഒന്നൊന്നും ചെയ്താൽ പോരാ, 100 ഉംറയാണ് ചെയ്യണം. എന്നാലേ പാപം മുഴുവനായിട്ടാണ് ശരിയാവുള്ളൂ എന്ന് പറയാം. എന്നിട്ട് സാമ്പത്തികമായിട്ടാണ് തകരുക. എന്റെ ഒരു സുഹൃത്ത് ഖുർആനിലേക്ക് വന്നത് അങ്ങനെ ISM ആയിരുന്നു. ഓടി തന്നെ 7 മണിക്ക് മാർക്കറ്റിലേക്ക് ചെല്ലുള്ളൂ. സുബൈ ക്ലാസ്സും കഴിഞ്ഞിട്ട് അപ്പോഴത്തിന് നല്ല മീനൊക്കെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും. 10 മണിയാകുമ്പോഴത്തേന് ഇല്ലാതെ ഐസിലിട്ടിട്ട് ഓടുകയാണ്, വീണ്ടും ഖുർആൻ ക്ലാസ്സിന് ഓടുക. 3 പെങ്ങന്മാര് അനിയന്മാര് ഒക്കെ വീട്ടിലിരിക്കുക. അപ്പോഴാത്തരം മൗലവിയുടെ ബുക്ക് കിട്ടുന്നത്. അവനവന്റെ കുടുംബത്തിനെ അധ്വാനിച്ച് നോക്കലാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. അതിന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ തന്റെ സഹജീവികൾക്ക് കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം എന്നുള്ള മൗലവിയുടെ ബുക്ക്. അന്ന് മുമ്പ് 2 മണിക്ക് മാർക്കറ്റ് പോക്ക് തുടങ്ങി. ഇപ്പോഴുണ്ട്, ആളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. 2 മണിക്ക് മാർക്കറ്റിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യം പോയിട്ട് ഏറ്റവും നല്ല മീൻ വാങ്ങാൻ തുടങ്ങി. തിരിച്ച് 2 മണിക്കാണ് ഇപ്പോഴും പോണത് മാർക്കറ്റിൽ നിന്ന്. എല്ലാം വിറ്റ് കാശാക്കിയിട്ട് പെങ്ങന്മാരെ മുഴുവൻ കെട്ടിച്ചു, അനിയന്മാരെ മുഴുവൻ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു, ഭാര്യയെ അറബി ടീച്ചറാക്കി, 2 നില വീട് കെട്ടി. അതിന് ബാക്കിയുള്ളത് സാധുക്കൾക്ക് കുറച്ചിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു മകളെയും കെട്ടിച്ചു. മൂപ്പര് എന്നോട് ഇപ്പൊ ഈ ആഴ്ച കണ്ടപ്പോൾ വരെ പറഞ്ഞു, മൗലയുടെ ബുക്കില്ലെങ്കിൽ ഇന്നും ഞാൻ ഈ ഓട്ടം തന്നെ. അപ്പൊ ഞാൻ പറയുന്നത്, നേർവഴി പറഞ്ഞു കൊടുത്തിട്ട് കിട്ടണില്ലെങ്കിൽ പിന്നെ പറയുന്നത് ഹജ്ജ് 10 ചെയ്യണം. എന്നിട്ട് തകർന്നിട്ട് തരിപ്പണായി മേപ്പിട്ട് നോക്കി നടന്നിട്ട് അപ്പോഴേ പിന്നെ ഇത് തിരിച്ചു വരുള്ളൂ. 2 വഴിയെ ഈ സമൂഹത്തിനെ നേരാക്കാനുള്ളൂ. ഏതാ സ്വീകരിക്കേണ്ടത് വെച്ചാൽ സ്വീകരിക്കാം. ഏറ്റവും നല്ല വഴി ആദ്യം നേര് പറഞ്ഞു കൊടുക്കുക. ആ വഴി കൂടി എപ്പം നമ്മൾ പോണത് ഇരിക്കുന്നവരെ എടുത്തു നോക്കുക. അതുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ.